കർത്താവിനെ ഓർപ്പിക്കുക എന്നുള്ളൊരു വിഷയമാണല്ലോ കഴിഞ്ഞ ദിവസം ചിന്തയ്ക്ക് ആധാരമായി എടുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് ഞാൻ സംസാരിപ്പാൻ ഇടയായി. ഇന്ന് പകൽക്കാലം കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന അതിൻ്റെ രണ്ടാമത്തെ ഭാഗമായിട്ട് ദൈവത്തെ ഓർപ്പിക്കുക എന്നുള്ള വിഷയം ദൈവത്തിൻ്റെ മക്കളുടെ അറിവിലേക്കും ചിന്തയ്ക്കും വേണ്ടി ഇന്ന് രാവിലെ സംസാരിപ്പാനായിട്ട് ഇച്ഛിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകൻ 43-ാം അധ്യായം അതിന് 26-ാമത്തെ വാക്യമാണ് ഈ ചിന്തകൾക്ക് ആധാരമായി കഴിഞ്ഞ ഞായറാഴ്ച നമുക്ക് വായിപ്പാനായിട്ട് ഇടയായി തീർന്നത്. എന്നെ ഓർപ്പിക്ക, നാം തമ്മിൽ വ്യവഹരിക്ക. എന്ത് ചെയ്യുക? സ്തോത്രം. നീ നീതീകരിക്കപ്പെടേണ്ടതിന് വാദിച്ചു കൊള്ളുക. തൻ്റെ ജനമാകുന്ന ഇസ്രായേലിനോട് പരിശുദ്ധാത്മാവിൽ ആമോസിന്റെ മകനാകുന്ന യെശയ്യാ പ്രവാചകനിൽ കൂടെ കർത്താവ് സംസാരിക്കുന്ന വചനങ്ങളാണല്ലോ ചിന്തയ്ക്ക് വേണ്ടി എടുപ്പാനായിട്ട് കർത്താവ് നമ്മെ സഹായിച്ചത്. ഇസ്രായേൽ മക്കളോട് കർത്താവിൻ്റെ ആത്മാവ് സംസാരിക്കുക, എന്നെ ഓർപ്പിക്കുക. 2, നാം തമ്മിൽ വ്യവഹരിക്കുക. 3, നീ നീതീകരിക്കപ്പെടേണ്ടതിന് എന്ത് ചെയ്യുക? വാദിക്കുക. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ചില കാര്യങ്ങൾ പ്രാരംഭമായി പറഞ്ഞ് എൻ്റെ വിഷയത്തിലേക്ക്, ചിന്തയിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഞാൻ ഇച്ഛിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ ഓർപ്പിക്കുക എന്നതിൻ്റെ അർത്ഥം കഴിഞ്ഞ ആഴ്ച ഞാൻ ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിന് ഓർമ്മക്കുറവുണ്ടായിട്ടല്ല, കർത്താവിന് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അറിയാഞ്ഞിട്ടല്ല. നമ്മുടെ തലയിൽ ഒരു മുടി പോലും ഹല്ലേലൂയ പൊഴിയുന്നെങ്കിൽ അത് കർത്താവ് അറിയാതെ സംഭവിക്കുന്നില്ല എന്ന് കർത്താവിൻ്റെ വാമൊഴിയായിട്ട് നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, നാം ചോദിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിന് അറിയാമെന്ന് കർത്താവിൻ്റെ വചനം വാമൊഴിയായി നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ആവശ്യങ്ങളുമായി വന്ന് ഒരു ഇൻഫോർമേഷൻ സെഷനായിട്ട് മാത്രം നമ്മുടെ ജീവിതമായി തീരുവാൻ ഇടവരാതെ നമ്മുടെ കർത്താവാകുന്ന യേശുവിനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ എല്ലാ മൊമെന്റിലും ഇൻവോൾവ് ചെയ്യിക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു ദൈവം എത്ര പേർ ഇന്ന് രാവിലെ തിരിച്ചറിയുന്നുണ്ട്? എന്റെ ദൈവത്തിൽ നമ്മുടെ ഈവൻ സിംഗിൾ ഡീറ്റെയിലും ഇൻവോൾവ് ആകുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്റെ ജീവിതത്തിലെ ചെറുതായിരുന്നാലും വലുതായിരുന്നാലും ആവശ്യങ്ങളായിരുന്നാലും വേദനകളായിരുന്നാലും ഭാരങ്ങളായിരുന്നാലും സർവശക്തനാകുന്ന കർത്താവിന്റെ ഇച്ഛ എന്താണെന്നറിയാമോ? തന്റെ ജനത്തിന്റെ ഓരോ വിഷയങ്ങളും ഇടപെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ, അവർക്ക് വേണ്ടി മറുപടി കൊടുക്കുവാൻ ഇച്ഛിക്കുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് രാവിലെ നാം ആരാധിക്കുന്നതെന്ന് ഉറപ്പുള്ളവർ എത്ര പേർക്ക് സന്തോഷത്തോടെ ഇന്ന് പൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യുവാനായിട്ട് കഴിയും? പ്രൈസ് ദി ലോർഡ്. എന്റെ ദൈവം നിത്യനാ. നമുക്ക് പ്രായം കൂടിക്കൂടി വരുമ്പോൾ പലപ്പോഴും ഓർമ്മശക്തി കുറയുവാൻ സാധ്യതയുണ്ട്. അത് മാനുഷികമാ. എന്നാൽ ദൈവത്തിന് അപ്രകാരം പ്രശ്നങ്ങളൊന്നുമില്ല. നിത്യനും പരിശുദ്ധനും സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമാകുന്ന താൻ മാത്രം അമർത്യതയുള്ള ദൈവം, ആരംഭത്തിൽ തന്നെ അവസാനത്തെ ഡിക്ലെയർ ചെയ്യുന്ന ഒരു ദൈവം, ഒന്നും അവന് മുമ്പിൽ മറവായിട്ടിരിക്കുന്നില്ല എങ്കിൽ ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുന്ന ദൈവത്തിന്റെ പൈതലെ പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുന്നു, എന്നെ ഓർപ്പിക്കുക. ലെറ്റ് മീ ഇൻവോൾവ് ഇൻ യുവർ ഡെയിലി അഫയേഴ്സ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർപ്പിച്ചല്ലോ, ഇതൊരു കോടതി മുറിയാ. കർത്താവ് തന്നെ തന്റെ ജനത്തിന് വേണ്ടി വാദിക്കുക. കർത്താവ് തന്നെ തന്റെ ജനത്തിന് വേണ്ടി എന്ത് കൊടുക്കുകയെന്നറിയാമോ? വിധിയും പുറപ്പെടുവിക്കുക. കക്ഷികൾ തങ്ങളുടെ ലോയറോട് ആലോചിക്കുന്നത് പോലെ കർത്താവിന്റെ ആ കോടതിയിലേക്ക് ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടുന്നതിന്, നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കുമെന്നുള്ള ഒരു ഉറപ്പുണ്ടാകേണ്ടുന്നതിന് കർത്താവ് പറയുകയാണ്. എന്തെന്നറിയാം? രണ്ടാമത്തേത്, നാം തമ്മിൽ വ്യവഹരിക്കുക. ലെറ്റ് us consult each other. നാം ചോദിക്കുന്നത് ദൈവഹിതത്തിന്റെ അകത്താണെന്നുള്ളത് നമുക്കൊരു ബോധ്യമുണ്ടാക്കുവാൻ. തിരിഹിതമല്ലാത്ത ചോദിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തിരിഹിതം തിരിച്ചറിയുവാൻ കർത്താവിന്റെ ആത്മാവ് പറയുകയാണ്, കം കൺസൾട്ട് വിത്ത് മീ. എന്നോടൊന്ന് കൺസൾട്ട് ചെയ്യ്. ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും വഴികളോ ദൈവഹിതമല്ലാത്ത ഏതെങ്കിലും പ്രാർത്ഥനാ വിഷയങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാനത് കറക്റ്റ് ചെയ്ത് നൽകാമെന്ന് കൺസൾട്ടേഷന് വേണ്ടി തന്നെ ജനത്തെ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു കർത്താവ്. തിരിച്ചറിയുന്നവർ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്താട്ട് തന്റെ ജനത്തെ കൺസൾട്ടേഷന് വേണ്ടി വിളിക്കുക. ഇവിടെയുള്ള ലോയറിനോടൊക്കെ ഒരു 2 മിനിറ്റ് എടുക്കുന്നെങ്കിൽ
ഒരു ഇമെയിൽ അയച്ചാൽ ആ ഇമെയിലിന് മറുപടി തരണമെങ്കിൽ ലോയേഴ്സ് ചാർജ് ചെയ്യും. ആണോ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് പറയുക എന്താണെന്നറിയാമോ? കൺസൾട്ട് വിത്ത് മീ, ഇറ്റ്സ് എ ഫ്രീ കൺസൾട്ടേഷൻ. എന്റെ അടുക്കലേക്ക് വന്ന് വ്യവഹരിക്കുക. സ്തോത്രം. മൂന്നാമത് കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ആ ഉറപ്പും ധൈര്യവും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ വാദിക്കാൻ ആരംഭിച്ചോണം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ മക്കളെ, ദൈവസ്ഥലിൽ കടന്നു വന്നൊരു പൂർണ്ണ പ്രാഗൽഭ്യം കർത്താവുമായിട്ടുള്ള ബന്ധത്തിലും തന്റെ വചനത്തിന്റെ മുന്നിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മ പറയുന്നു, നാം വാദിക്കാൻ തയ്യാറായിക്കോ. പ്രാർത്ഥനാ വിഷയങ്ങളിൽ മറുപടി നൽകുന്ന ഒരു സർവശക്തനാകുന്ന ദൈവമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്നത്, ഹൃദയത്തിൽ ഭയം കൊണ്ടുവരും. സ്ക്രീനിൽ നിന്ന് മാറ്റാം, ടൈറ്റിൽ മാറ്റാം. ഹൃദയത്തിൽ ഭയം കൊണ്ടുവരും, അതരത്തെ ബന്ധിക്കും. ദൈവമക്കൾ വളരെ ശ്രദ്ധിക്കണം. പിശാച് ദൈവമക്കളുടെ ജീവിതത്തിൽ ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാ. ഒന്ന്, ഹൃദയത്തിൽ the devil is bringing fear into your heart. രണ്ട്, the devil is trying to tie up your mouth. മനസ്സിലാകുന്നുണ്ടോ ദൈവത്തിന്റെ മക്കൾക്ക്? ഹൃദയത്തിൽ ഭയം കൊണ്ടുവരുമ്പോൾ വിശ്വാസത്തിൽ ഇളക്കം സംഭവിക്കുക. അധരത്തെ പിശാച് കെട്ടിക്കഴിയുമ്പോൾ അധരത്തിൽ കൂടെ ദൈവികമാകുന്ന വിശ്വാസ ഡിക്ലറേഷൻ നടത്തുവാൻ കഴിയാതെ വരും. ഹൃദയവും അധരവും ശത്രു ബന്ധിച്ചു കഴിയുമ്പോൾ ഒരു ദൈവത്തിന്റെ പൈതലിന് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയില്ല. തിരിച്ചറിഞ്ഞ ദൈവത്തിന്റെ മക്കൾ ഇന്ന് പകൽക്കാലം വളരെ ഭയത്തോടെ ദൈവവചനം ശ്രവിക്കുക. പിശാച് ഹൃദയത്തിൽ ഭയം കൊണ്ടുവരുമ്പോൾ എന്നെ കൊണ്ട് കഴിയത്തില്ല, എന്റെ അതിരിതാണ്, എനിക്കിതിനപ്പുറത്തേക്ക് പോകുവാൻ കഴിയത്തില്ല, ഞാനൊരു ഫെയിലിയർ ആണ്, എന്റെ ജീവിതത്തിൽ ഉന്നമനമില്ല, ഉയർച്ചയില്ല, ഞാനൊരു ഡെഡ് എൻഡിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹൃദയത്തിൽ ഭയം പിശാച് കൊണ്ടുവരുമ്പോൾ ചൂടാരാബാര ഹർഷസ്യാന്തര ദൈവത്തിന്റെ മക്കൾ തിരിച്ചറിഞ്ഞോണം. ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം സംഗ്രഹിച്ചുകൊണ്ട് വിശ്വസിക്കാൻ ദൈവത്തിന്റെ മക്കൾ തയ്യാറാകണം. വരി വിപ്ലവം കൊണ്ടോ കെട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലൊന്നും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തത്തില്ല. ഹൃദയത്തിൽ ആദ്യം ഉറക്കേണ്ടത് വചനം പ്രവേശിക്കുന്നത് ഹൃദയത്തിലാ. Heart is our storage word. We are to keep the word of God. ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിക്കുവാൻ ഇടയായി, ഒരു ബാക്ക് ബോൺ ആയിട്ട് ദൈവത്തിന്റെ വചനം ഇതേ അധ്യായത്തിൽ തന്നെ ഒരു വാക്ക് പറയുന്നുണ്ട്. വാദിക്കാൻ പറയുന്ന കർത്താവ്, നമുക്ക് ചേർന്ന് വ്യവഹരിക്കാമെന്ന് പറയുന്ന കർത്താവ്, നിങ്ങളുടെ വിഷയങ്ങൾ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുന്ന കർത്താവ് തന്റെ ജനത്തോട് സ്തോത്രം ശാന്തമായി ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ അതിക്രമങ്ങളെ എന്ത് ചെയ്യത്തില്ല, ഞാൻ ഓർക്കത്തില്ല. ഞാൻ പാപങ്ങളെ മറച്ചു തന്നിരിക്കുക, ഞാൻ നിങ്ങളെ വിശുദ്ധീകരിച്ചിരിക്കുക. നിങ്ങൾ എൻ്റെ മക്കളാ, എൻ്റെ രക്തത്താൽ ഞാൻ നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കുക. നീ ഒരു ഫെയിലിയർ അല്ല സഹോദര, നീ ഒരു ഫെയിലിയർ അല്ല സഹോദരി, നീ ഒരു ഫെയിലിയർ അല്ല. നിന്റെ മേൽ ദൈവത്തിന്റെ ഉയർപ്പിന്റെ ശക്തിയുള്ള കാലത്തോളം യു ആർ നോട്ട് എ ഫെയിലിയർ, യു ആർ നോട്ട് എ ഫെയിലിയർ. എത്ര പേർക്ക് ആത്മാവിൽ ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുവാൻ കഴിയും? The church is not a failure. The members of church is not a failure. ഉയർപ്പിന്റെ ശക്തിയെ അവഗണിക്കുവാൻ ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കഴിയത്തില്ല. പരിശുദ്ധാത്മാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്, കർത്താവാകുന്ന യേശുക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ശക്തി ആണോ? അങ്ങനെയെങ്കിൽ ജീവിതത്തിലെ നിർജീവമായ ഏത് സാഹചര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടെങ്കിലും
അർത്ഥുന ശാന്തര വൈഡമ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഒരു പ്രത്യാശ നൽകുകയും നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പ് നൽകുകയും ചെയ്യുന്നൊരു ഭാഗം എപ്പോഴും ദൈവത്തിൻ്റെ മക്കൾ ഓർക്കണം. താഴ്വരയിൽ അസ്ഥി കൂമ്പാരങ്ങളുടെ നടുവിലേക്ക് എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് യെഹെസ്കേലിനെ കൊണ്ടുപോയപ്പോൾ മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തനിക്കതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണയില്ല. എന്നാൽ തൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ പ്രൈസ് ദി ലോർഡ് ആ ചോദ്യത്തിനൊരു മറുപടി വന്നു. അസ്ഥി കൂമ്പാരങ്ങളിൽ നിന്ന് ജീവൻ ഉളവാക്കുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം യെഹെസ്കേലിന്റെ കണ്ണിന്റെ മുമ്പിൽ കണ്ടെങ്കിൽ വായിച്ചറിയുന്ന ദൈവത്തിന്റെ മക്കളെ, കേട്ട് വിശ്വസിച്ച ദൈവത്തിന്റെ മക്കളെ, നമ്മെ സംബന്ധിച്ചൊരു മറുപടി പറയുവാൻ സ്വർഗം വെമ്പൽ കൊള്ളുകയാ. അസ്ഥി കൂമ്പാരങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു ദൈവം. ഡെഡ് എൻഡിൽ നിന്ന് ഹൈവേയെ ഉത്പാദിപ്പിക്കുവാൻ കഴിവുള്ള ഒരു ദൈവം. ആരോടോ ദൈവാത്മാവ് ഇന്ന് രാവിലെ സംസാരിക്കുക. പ്രൈസ് ദി ലോർഡ്. വാദിക്കുമ്പോഴും വ്യവഹരിക്കുമ്പോഴും ഓർപ്പിക്കുമ്പോഴും ഞാൻ നിങ്ങൾ ഉപയോഗിക്കേണ്ട എന്തായിരിക്കണം എന്നറിയാമോ? വചനമായിരിക്കണം. വചനം 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 വചനം. അത്ഭുതമായിരിക്കരുത്. വചനം വചനം വചനം. എനിക്ക് നിങ്ങൾക്കും പ്രാർത്ഥന ചോദിക്കുവാൻ വചനത്തിൽ വ്യവസ്ഥകളും വചനത്തിൽ വാക്തത്വങ്ങളും ഉണ്ടോ? നീ രോഗിയായിരിക്കുമ്പോൾ നിനക്ക് ചോദിക്കാൻ ഒരു വചനമുണ്ട്. കർത്താവേ, നിന്റെ ഒരു പേര് തന്നെ ജഹോവ റാഫ എന്നാണല്ലോ. നീ ഞങ്ങളെ സൗഖ്യമാക്കുന്ന യഹോവ. ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഭൗതികമാകുന്ന വിഷയങ്ങൾ ഭാരപ്പെട്ട് തളരുമ്പോഴും തകരുമ്പോഴും ചോദിക്കാൻ റൈറ്റ് ഉണ്ടോ? കർത്താവേ, നിന്റെ ഒരു പേരാണല്ലോ യഹോവ എനിക്ക് വേണ്ടി കരുതുന്നവൻ. അബ്രഹാമിന് വേണ്ടി മാത്രമല്ലല്ലോ, ഇസ്ഹാക്കിന് വേണ്ടി മാത്രമല്ലല്ലോ, ഏലിയാവിന് വേണ്ടി മാത്രമല്ലല്ലോ, വിധവയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ, ശൂന്യകാർത്തിക്ക് വേണ്ടി മാത്രമല്ലല്ലോ, തന്നെ സ്നേഹിക്കുന്ന ഭക്തന്മാർക്ക് വേണ്ടിയല്ല കരുതുന്ന എന്റെ സ്വർഗത്തിലെ അപ്പൻ. ചോദിക്കാൻ വാക്യമുണ്ട് പ്രിയപ്പെട്ടവരെ. തലമുറകൾ തെറ്റി ദൈവകൃപയിൽ നന്യപ്പെട്ടു പോകുമ്പോൾ അവിടം കൊണ്ട് അസ്തമിപ്പിക്കുന്നതല്ല ദൈവത്തിന്റെ വഴി. ദൈവത്തോട് ചോദിക്കണം, എന്താണെന്നറിയാമോ? മക്കളെ യഹോവ നൽകുന്ന ദാനവും ഉദരബലവാൻ തരുന്ന പ്രതിഫലമെങ്കിൽ എന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെട്ട എന്റെ പൈതൽ ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കണമെന്നുള്ളത് എന്റെ ആഗ്രഹമെങ്കിൽ, എന്റെ സ്വർഗത്തിലെ അപ്പന്റെ ആഗ്രഹമെങ്കിൽ ഞാൻ അത് ഓർത്ത് ഇന്ന് രാവിലെ ചോദിക്കുകയാണ് അപ്പ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള ധൈര്യം. വചനശക്തി വെളിപ്പെടുമ്പോൾ ഹൃദയത്തിലെ ഭാരങ്ങൾ ഓരോന്നായിട്ട് നീങ്ങും. വചനശക്തി വെളിപ്പെടുമ്പോൾ ഹൃദയത്തിലെ ഭയങ്ങൾ ഓരോന്നായി ഉരുകി മാറും. വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ നിന്റെ തല നിവരെ നിൽക്കും. വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ നിന്റെ ഹൃദയം ധൈര്യപ്പെടും. വചനത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോൾ തളർന്ന ചൂരച്ചെടിയുടെ തണലിൽ കിടക്കുമ്പോഴും ഓടുവാനുള്ള ബലം ആ വചനം നൽകുവാനായിട്ടിടയായി തീരും. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ട. മതി കർത്താവേ എന്ന് പറഞ്ഞ് തളർന്നു കിടക്കുമ്പോഴും പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അട മാത്രമല്ല അത് ശരീരത്തിന് ബലമെങ്കിൽ ആത്മമനുഷ്യന് ബലപ്പെടുന്ന ദൈവത്തിന്റെ വചനമാ. തട്ടി എഴുന്നതിനെ ഓടിപ്പിക്കുന്ന ദൈവശക്തി. ദൈവത്തിന്റെ കോടതിയിൽ ദൈവം ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ വചനമാ. നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവിക കോടതിയിൽ ലീഗൽ പ്രസിഡന്റ് ആയിട്ട് നിൽക്കുന്നത് ദൈവത്തിന്റെ വചനമാ. ഒന്നും കൂടെ ഞാൻ പറയട്ടെ. The legal precedent in the court of God is the word of God. എനിക്ക് സായിപ്പന്മാരുടെ പ്രാർത്ഥനയൊക്കെ വളരെ ഇഷ്ടമാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 70% അവർ ഉപയോഗിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ?
വാക്യങ്ങളാ, വചനങ്ങളാ. സ്തോത്രം. നമ്മൾ താഴ്ത്തിയും പൊടിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും, തെറ്റില്ല. അല്പം കൂടെ പൊടിയിൽ നിന്നൊക്കെ ഒന്ന് കയറി വചനമൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ തുടങ്ങണം. എന്നോട് തെറ്റിദ്ധരിക്കരുതാ. താഴ്ത്തണം, പൊടിയാ, മെത്തയാ, കാര്യമൊക്കെ ശരിയാ എന്നും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാതെ ഒന്ന് ക്ലൈംബ് കയറണം, ചെയ്യണം, ഒന്ന് മേപ്പോട്ട് കയറണം. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാരും ഒഫൻഡഡ് ആകണ്ട. എന്നാലും ഒന്ന് മേപ്പോട്ട് കയറണ്ടേ? എന്നും ഈ പൊടിയായിട്ട് കിടന്നാൽ മതിയോ? ഹലോ, മതിയോ? എന്ന് ഈ ചവിട്ടുമെത്തയായിട്ട് കിടന്നാൽ മതിയോ? ഒന്ന് കയറണ്ടേ? ഉദ്ധാരണം വേണോ? വിടുതൽ വേണോ? ഉൽപ്രാപം വേണോ? സ്തോത്രം, സൗഖ്യം വേണോ? തല ഉയർത്തി നിൽക്കണോ? മാന്യ പദവികൾ വേണോ? ഉയർച്ചകൾ വേണോ? ദേശം മാനിക്കപ്പെടണമോ? പകയ്ക്കുന്നവരുടെ മുമ്പിൽ അനുഗ്രഹിക്കപ്പെടണമോ? Hallelujah. Know the word of God, learn the word of God, store the word of God, practice the word of God, pronounce the word of God. Let your heart be filled with the word of God. Let your mouth open and speak out the word. പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് വീണ്ടും പറയുന്നു, ഹൃദയത്തെ ഭയപ്പെടുത്തുന്നതും അധരത്തെ ബന്ധിക്കുന്നതുമാകുന്ന ശത്രുവിൻ്റെ 2 പോരാട്ടങ്ങളെ ദൈവത്തിൻ്റെ മക്കൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ 2ന്റെ മേലും വചനത്താലും ദൈവശക്തിയാലും കർത്താവുള്ള വിശ്വാസത്താലും ആ ബന്ധനം ഇന്ന് രാവിലെ നിന്റെ കുടുംബം വിട്ടുപോകണം. കുടുംബം വിട്ടുപോകണം. കുടുംബം വിട്ടുപോകണം. ആ ബന്ധനം ഇന്ന് രാവിലെ നിന്റെ സഭ വിട്ടുപോകണം. നിന്റെ ബിസിനസ് വിട്ടുപോകണം. നിന്റെ ആരോഗ്യ മണ്ഡലങ്ങൾ വിട്ടുപോകണം. അങ്ങനെ ദൈവത്തിന്റെ വചനം യെശയ്യാ പ്രവാചകൻ പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാ. എൻ്റെ വായിൽ നിന്ന് വരുന്ന എൻ്റെ വചനം 55:11 അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. സ്തോത്രം ചെയ്താട്ട. ഞാൻ അയച്ച കാര്യം, ഒന്നും കൂടെ പറഞ്ഞാട്ടെ, ഞാൻ അയച്ച കാര്യം. മനുഷ്യരായ നമ്മൾ പറയും, പാസ്റ്ററെ ഞങ്ങൾ ഉദ്ദേശിച്ചതുപോലെ കാര്യം എന്ത് ചെയ്തില്ല. പറഞ്ഞോ? ഇല്ല, നമ്മൾ പറഞ്ഞ ഭാഷ എന്താ? പാസ്റ്ററെ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ കാര്യം സാധിച്ചില്ല. കൂടുതൽ നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്. ഇനി അതിനേക്കാൾ വ്യത്യസ്തരുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം. ഉദ്ദേശിച്ചതുപോലെ കാര്യം എന്ത് ചെയ്തില്ല? സാധിച്ചില്ല. എന്നാൽ നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവത്തിന് തോൽവി ഉണ്ടാകത്തില്ല. ദൈവം ചെയ്യാൻ ഉദ്യമിച്ചൊരു കാര്യങ്ങളിൽ നിന്ന് ദൈവം പിൻവാങ്ങത്തില്ല. ദൈവം ചെയ്യാൻ ഉദ്ദേശിച്ച ദൈവം എന്ത് ചെയ്യും? നടത്തും, സാധിപ്പിക്കും. പറഞ്ഞേ സാധിപ്പിക്കും. പറഞ്ഞ് ആത്മാവിൽ പറഞ്ഞ് സാധിപ്പിക്കും. ആത്മാവിൽ പറഞ്ഞ് എൻ്റെ കർത്താവ് കാര്യങ്ങൾ സാധിപ്പിക്കും. ഓ റഷഗമന ഹടഗജന അർത്ഥന ശാന്തര. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം സാധിപ്പിക്കും. എൻ്റെ ബിസിനസിൻ്റെ കാര്യം സാധിപ്പിക്കും. എൻ്റെ തലമുറയുടെ കാര്യം സാധിക്കും. എൻ്റെ ആരോഗ്യ മണ്ഡലങ്ങളിൽ സാധിക്കും. ഹല്ലേലൂയ. ആദര രഗജ രാധന അർത്ഥന. ആരും മൗനമായിട്ടിരിക്കരുത്. ഇന്ന് രാവിലെ നിന്റെ ആധാരത്തിന്റെ ബന്ധനങ്ങൾ അഴിയണമെന്ന് പരിശുദ്ധാത്മാവ് ഇച്ഛിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് യെശയ്യാവിനോട് ദൈവാത്മാവ് പറഞ്ഞു, എന്നെ ഓർപ്പിക്കുക. 2 ഭാഗങ്ങൾ ഇന്ന് പകൽ ചിന്തയ്ക്കായിട്ട് എടുക്കുവാൻ ഇച്ഛിക്കുന്നു. ഇന്നത്തെ മെസ്സേജിന്റെ ചിന്ത നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങൾ. ദ ബുക്ക് ഓഫ് നെഹമ്യായ ചാപ്റ്റർ 1. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 8-9 വാക്യങ്ങൾ. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളുടെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു കളയും.
എന്നാൽ നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ ഭ്രഷ്ടന്മാർ ആകാശത്തിൻ്റെ അറുതി വരെയും അവരെ ശേഖരിച്ച് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുമെന്ന് നിന്റെ ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. കുറച്ച് നേരമായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയത്തില്ല എൻ്റെ ബുദ്ധപ്പാട്. പ്രൈസ് ഗോഡ്. സ്റ്റേജിൽ നിൽക്കുമ്പോൾ അറിയാം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വിഷയം അറിയാം. പ്രവാസത്തിലയക്കുന്ന ജനം ഇപ്പോൾ ഒരു ദിവസം നെഹെമ്യാവിന് ഒരു സന്ദേശം കിട്ടുകയാണ്. അർത്ഥശിഷ്ട രാജാവിൻ്റെ രാജസന്നിധിയിൽ പാനപാത്രവാഹകനായി സുസ്ഥിർഘമായ സേവനം അനുഷ്ഠിച്ചു വന്നുകൊണ്ടിരുന്ന നെഹെമ്യാവ് തനിക്ക് ഒരു ദിവസം ഒരു വാർത്ത കേട്ടു. മതിലുകളെല്ലാം ഇടിഞ്ഞും യെരൂശലേമിന്റെ വാതിലുകൾ തീ വെച്ചും ചുട്ടി കിടക്കുന്ന ആ കാഴ്ചയെക്കുറിച്ചുള്ള വർത്തമാനം നെഹെമ്യാവിന്റെ ജീവിതത്തിൽ ഒരു ദിവസം സന്ദേശമായി കിട്ടി. ശ്രദ്ധിക്കണമേ. പെട്ടെന്ന് താൻ വളരെ ഡിപ്രസ്ഡ് ആയി കേട്ടോ. വളരെ ഡിസ്ട്രസ്ഡിലായി. കുറെ നാൾ ദുഃഖിച്ചു. കുറെ നാൾ എന്ത് ചെയ്തു? കരഞ്ഞു. ഈ കരച്ചിലും ദുഃഖവും എന്തിൻ്റെ അടയാളോ? പാസ്റ്റർ അതൊന്നും ഉപയോഗിക്കല്ലേ വാക്കുകൾ. റിയാലിറ്റിയാ. കുറെ നാൾ ദുഃഖിച്ചും കുറെ നാൾ കരഞ്ഞു. ദുഃഖവും കരച്ചിലും അത് ആത്മീയ മണ്ഡലത്തിൽ വല്ലതാണോ? പറഞ്ഞേ ഹലോ. ഈ ദുഃഖവും കരച്ചിലും ആത്മീയത്തിൽ എന്തെങ്കിലും മാർഗമാണോ? അല്ല. വളരെ ഡിസ്ട്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷനാ. എന്നാൽ താൻ ഒരു കാര്യം തീരുമാനിച്ചു കേട്ടോ. എൻ്റെ ഹൃദയത്തിലെ ഭയവും അധരത്തിൽ എന്നെ ബന്ധിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ കൊണ്ട് ഞാനിങ്ങനെ ദുഃഖിക്കുകയാണ്, ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടം കൊണ്ട് ഞാൻ നിർത്താൻ ഇച്ഛിക്കുന്നില്ല എന്ന് നെഹെമ്യാവ് തീരുമാനിപ്പാനായിട്ടിടയായി. ഇവിടം കൊണ്ട് ഞാൻ നിർത്തുവാൻ ഇച്ഛിക്കുന്നില്ല എന്ന് താൻ തീരുമാനിച്ചു. ചില തീരുമാനങ്ങളെ ജീവിതത്തിൽ പ്രയോജനം ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പാട്ടും പാടി ദുഃഖത്തിൻ്റെ പാനോത്രമൊക്കെ പാടിക്കൊണ്ടിരിക്കാനേ ഉള്ളൂ. ചില തീരുമാനങ്ങൾ എടുക്കണം. ഇവിടം കൊണ്ട് ഞാൻ നിർത്തത്തില്ല. ദിസ് ഈസ് നോട്ട് മൈ ഡെഡ് എൻഡ്. ഇവിടം കൊണ്ട് എൻ്റെ ജീവിതം തീരുന്നില്ല. എൻ്റെ തലമുറയോ എൻ്റെ ജോലിയോ എൻ്റെ ബിസിനസ്സോ എൻ്റെ ആരോഗ്യമോ ഈ രോഗം കൊണ്ടോ ഈ ഭാരം കൊണ്ടോ ഒരു നഷ്ടം കൊണ്ടോ ഈ ഒരു അസ്വസ്ഥത കൊണ്ട് ഇവിടം കൊണ്ട് തീരുന്നില്ല. ഇതിനപ്പുറത്തേക്ക് ചില ദൈവത്തിൻ്റെ പദ്ധതികൾ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് ഹൃദയത്തിലേക്ക് വന്നപ്പോൾ താൻ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പാൻ ആരംഭിച്ചു. പ്രൈസ് ദി ലോർഡ്. കുറെ നാൾ ദുഃഖിച്ച നെഹെമ്യാവ്, കുറെ നാൾ കരഞ്ഞ നെഹെമ്യാവ് താൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചൊരു തീരുമാനമെടുത്തു. No, I am not going to stop it over here. ഇവിടെ ഞാൻ തീർക്കാൻ പോകുന്നില്ല. I am going to take it to my Lord. പാട്ട് തന്നെ ഉണ്ടല്ലോ, take it to my Lord in prayer. Are we ready to take our matters into the Lord in prayer and looking unto God in prayer? ഞാൻ നെഹെമ്യാവിന്റെ ആ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്തു. ദുഃഖിച്ചും കൊണ്ടിരുന്ന അവിടെ ഇരിക്കാം, കരഞ്ഞും കൊണ്ടിരുന്നാൽ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കാം. എന്നാൽ അതല്ലല്ലോ ദൈവത്തിന്റെ പദ്ധതി. താനിങ്ങനെ ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ആരംഭിച്ചപ്പോൾ സ്തോത്രം, കർത്താവിന്റെ സന്നിധിയിലേക്ക് താൻ ചെന്ന് ഉപവസിപ്പാൻ ആരംഭിച്ചു. കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് താൻ പ്രാർത്ഥിപ്പാനായിട്ട് ആരംഭിച്ചു. പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം തിരുവെഴുത്ത് തന്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാനിടയായി.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വല്ല വിടുതലും വേണമെങ്കിൽ ഉപയോഗിക്കപ്പെടേണ്ടത് ഈ തിരുവചനമാ. വല്ല വിടുതലും വേണമെങ്കിൽ ഉപയോഗിക്കപ്പെടേണ്ടത് തിരുവചനമാ. പറയേണ്ടത് തിരുവചനമാ. പ്രസംഗിക്കേണ്ട തിരുവചനമാ. പ്രാക്ടീസ് ചെയ്യേണ്ട തിരുവചനമാ. തിരുവെഴുത്തിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടായിരുന്ന നെഹമ്യാവ് തന്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു തിരുവെഴുത്ത് ഓടി വന്നു. ഏത് തിരുവെഴുത്താന്ന് അറിയാമോ? ആവർത്തന പുസ്തകത്തിലെ തിരുവെഴുത്ത്. അതിന്റെ 30-ാം അധ്യായം 2-3 വാക്യങ്ങൾ. ആ തിരുവെഴുത്ത് തന്റെ ഹൃദയത്തിലേക്ക് ഓടി വരുവാനിടയായി. എന്താ തിരുവെഴുത്ത്? Deuteronomy 30 verse 2 and 3. Praise the Lord. Praise the Lord. ആവർത്തനം 30:30. വായിച്ചോ. സ്ക്രീനിൽ വേറെ കിടക്കുന്നത്. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് വായിച്ചോ. നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെ നടക്കുകയും അവന്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ നിന്റെ ദൈവമാകുന്ന യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ നിങ്ങളിലേക്ക് തിരിയുകയും നിന്റെ ദൈവമാകുന്ന യഹോവ സകല ജാതികൾ നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. Praise the Lord. Praise the Lord. തന്റെ ഹൃദയത്തിനകത്തേക്ക് മോശ കൊടുത്ത പ്രമാണം കടന്നു വരുവാൻ ഇടയായി. ദ്രോഹം ചെയ്ത് പാപം ചെയ്ത ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട ദൈവിക ശാപത്തിനും ദൈവികമാകുന്ന ശിക്ഷയ്ക്കും പാത്രീഭവിച്ചതിന് ജനത്തോട് ദൈവാത്മാവ് അരുളി ചെയ്തു. പാപം ഏറ്റുപറഞ്ഞ അകത്യം ഏറ്റുപറഞ്ഞ ദൈവത്തിൽ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ യഹോവ നിന്നെ ഓർത്ത് അവൻ നിന്നെ മടക്കി വരുത്തുന്ന ദൈവം. ഈ വചനമാ നെഹമ്യാവ് ഉപയോഗിച്ചത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായോ? ഈ വചനം അങ്ങോട്ട് ഉപയോഗിച്ചു. നെഹമ്യാവ് 1:8-9 താൻ ആ വചനം ഉപയോഗിച്ചിട്ട് താൻ ദൈവത്തോട് പറയുക, നിങ്ങൾ ദ്രോഹം ചെയ്താൽ നിങ്ങളുടെ ജാതികൾ ഇരുന്ന് ചിഹ്നിച്ചു കളയും. അത് ശരിയാ, അതേപ്പോൾ സംഭവിച്ചിരിക്കുന്നതാ. എന്നാൽ നിങ്ങളിലേക്ക് തിരിഞ്ഞ നിന്റെ കൽപ്പനകളെ പ്രമാണിച്ച് നടക്കുന്നവരെ ഭ്രഷ്ടന്മാരായി തീർന്നാലും എവിടെ എത്തിയാലും അവരെ തിരിച്ചു കൊണ്ടുവന്ന് ദൈവമേ നീ ചെയ്ത വാഗ്ദത്തം എന്ത് ചെയ്യണം? ഓർക്കണമേ എന്നുള്ള അണ്ടർലൈൻ ചെയ്തോണം കേട്ടോ. ദൈവത്തെ ഓർപ്പിച്ചോ ഇല്ലയോ? ഓർപ്പിച്ചു. പിന്നെ ബാക്കി ഹിസ്റ്ററിയാ. അറിയാവുന്നതായതുകൊണ്ട് സമയം സേവ് ചെയ്യാൻ പ്രസംഗിക്കുന്നില്ല. ബാക്കി ഹിസ്റ്ററിയാ. He represented the whole nation of Israel. He lamented, he cried, and he confessed all the sins of his people unto the Lord. He applied the word. He reminded God of his promise. ഇന്ന് രാവിലെ ഇതാ ചെയ്യേണ്ടുന്നതാ. സ്വർഗത്തിലെ അപ്പനോട് താൻ അരുളി ചെയ്ത വാഗ്ദത്തം ഓർപ്പിക്കുന്ന ഒരു ഭക്തഗണം. സ്വർഗത്തിലെ അപ്പൻ അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ തന്നെ തിരിച്ചോർപ്പിക്കുന്ന ഒരു ഭക്തഗണം. ദൈവം പറയുമോ? നമ്മളൊക്കെ പറയും എന്തെങ്കിലും, അച്ഛാ ഇങ്ങനെ പറഞ്ഞില്ലേ, അമ്മാമ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഓ പറഞ്ഞായിരുന്നോ, ഓർക്കുന്നില്ലല്ലോ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ? നിങ്ങൾ പറഞ്ഞിട്ടില്ല, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? ഓ എപ്പോഴാ അങ്ങനെ പറഞ്ഞ, ഓർക്കുന്നില്ലല്ലോ. നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞതുവല്ല നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? എപ്പോഴാ എൻ്റെ കുഞ്ഞെ ഞാനത് പറഞ്ഞത്, നീ എപ്പോഴാ ചോദിച്ചത്, ഞാൻ ഓർക്കുന്നില്ലല്ലോ? ദൈവം പറഞ്ഞിട്ടുണ്ടോ? ദൈവത്തോട് സംസാരിക്കുന്നവരായിരിക്കണം, എങ്കിലേ ഒക്കത്തുള്ളൂ. സംസാരിക്കാറുണ്ട്. എപ്പോഴാണ് അവസാനം സംസാരിച്ചേ? ഫോണെടുത്ത് ഫ്രണ്ട്സിനോട് സംസാരിച്ച കാര്യമല്ല ഞാൻ ചോദിച്ചത്. ദൈവത്തോട് എപ്പോഴാണ് അവസാനം സംസാരിച്ചതെന്ന്? ഗ്ലോറി ടു ഗോഡ്.
എപ്പോഴാ ദൈവത്തോട് അവസാനം സംസാരിച്ച്? എല്ലാവരും ഞാൻ നോക്കട്ടെ. വാട്ട് വാസ് ദ ലാസ്റ്റ് ടൈം ദാറ്റ് യു സ്പോക്ക് ടു ഗോഡ്? ലാസ്റ്റ് നൈറ്റ്. നമ്മുടെ നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വിശ്വാസികൾ ഭയങ്കര ആത്മീയരാ. അവർക്ക് ഇപ്പോൾ ദൈവദാസൻ വായിച്ച സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗം എന്നോട് ഇപ്പോൾ സംസാരിച്ചു. തലേ രാത്രി വരെ വായിച്ചിട്ടുമില്ല, ധ്യാനിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, കേട്ടിട്ടുമില്ല. അല്പസമയം കണ്ടുപിടിക്കണം കേട്ടോ. ഇതിനകത്ത് എഴുതിയേക്കുന്നതൊന്ന് കാണാനും ഒന്ന് വായിക്കാനും ധ്യാനിക്കാനും. ഈ ചർച്ച മൊത്തം വേദപുസ്തകം കിടക്കുന്നത്. എവിടെ ചെന്നാലും ഓപ്ഷൻ ഇടാമെന്ന് തീരുമാനിച്ചിരിക്കുക. വരുന്നത് കൊണ്ടുപോകുമെങ്കിലും ചെയ്യണേ. പിള്ളേരുടെ കാര്യമാണ് ഈ പറഞ്ഞത് പ്രധാനമായിട്ട്. ഫസ്റ്റ് പേജ് തന്നെ പേരുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ വായിക്കണം. അമ്മയപ്പന്മാർ വീട്ടിൽ ചെന്ന് മക്കളോടൊന്ന് ചോദിക്കണം, പുസ്തകം ഇവിടെ വെച്ചിട്ടാണ് വന്നേക്കുന്നതെന്ന് കേട്ടോ. വല്ലപ്പോഴൊക്കെ ദൈവത്തോടൊന്ന് സംസാരിക്കണം. ഈ പ്രശ്നം വരുമ്പോൾ ഓടിപ്പോയി ബോക്സിനകത്തിട്ടിരിക്കുന്ന ദൈവത്തിൻ്റെ അടുക്കലേക്കല്ല പോകേണ്ടത്. സദാകാലവും നമ്മുടെ കൂടെ വസിക്കുന്നൊരു ദൈവം, കൂടെ നടക്കുന്നൊരു ദൈവം, സംസാരിക്കുന്നൊരു ദൈവം, കേൾക്കുവാനായിട്ട് നാം വെമ്പൽ കൊള്ളുമ്പോൾ എൻ്റെ ദൈവം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം ഒന്നുമല്ല നമ്മളോട് സംസാരിക്കേണ്ടത്. നമ്മളോട് ദൈവം സംസാരിക്കണം, ദൈവം സംസാരിക്കണം. ഗോഡ് ഷുഡ് സ്പീക്ക് ടു us, ഗോഡ് ഷുഡ് സ്പീക്ക് ടു us. ഈ വചനം സംസാരിക്കണം, വചനം സംസാരിക്കണം. ഇന്ന് രാവിലെ വായിച്ചവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ വായിച്ചില്ലെങ്കിലും ഇന്നലെ രാത്രി വായിച്ചവർക്കായിട്ട് സ്തോത്രം. എന്ത് വായിച്ചതാ? പുസ്തകത്തിന്റെ കാര്യം നീ പറഞ്ഞേ. എന്നോടൊന്നും ഭാരമൊന്നും തോന്നല്ലേ. തോന്നിയാലും കുഴപ്പമില്ല. ഞാനല്ലാതെ ആരാ പറയേണ്ടത്? മാറ്റം വേണം കേട്ടോ. നെഹമ്യാവ് എന്ത് ചെയ്യുന്നറിയാമോ? He was aware of the scripture and the commandments and the statutes given by his forefather Moses to the people of God by God, and he tried to remind that to God, taking that into his practical life. He started weeping and crying in the presence of God, asking the forgiveness, and he made a confession on behalf of the people unto the Lord. Lord, hereby I submit and I plead on behalf of my people that we have committed the sins. Forgive us our sins. He prayed. എന്താ ഹിസ്റ്ററി എന്നറിയാമോ? ദൈവം ആ പ്രാർത്ഥന കേട്ടു. ദൈവം രാജാവിൻ്റെ മനസ്സിനെ ഉണർത്തിച്ചു. നെഹമ്യാവിന് അവധി കൊടുത്ത് പോയി. പണി എത്ര ദിവസം കൊണ്ട് തീർത്തെന്നറിയാമോ? എത്ര ദിവസം കൊണ്ട് പണി തീർത്തേ? വായിച്ചുകൊണ്ടിരിക്കണ്ട. 52 ദിവസം. ഈ അടുത്തിടയിൽ നമ്മുടെ നാട്ടിൽ ഹൈദരാബാദിലും ഒരു ചർച്ച് ബിൽഡിങ്ങിന്റെ പണി എത്ര ദിവസം കൊണ്ട് തീർത്തെന്നറിയാമോ? കാൽവറി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു ചർച്ചുണ്ട്. നാട്ടിൽ കാര്യമൊന്നും അറിയത്തില്ലേ? നമ്മൾ എല്ലാ സിറ്റിസൺസ് ആണല്ലോ. ഹൈദരാബാദിൽ ഒരു ചർച്ചുണ്ട്, കാൽവറി ടെമ്പിൾ എന്ന വലിയ ചർച്ച്. ഒരു 52 ദിവസം കൊണ്ട് തീർത്ത. പ്രോബബ്ലി ഇതായിരിക്കും അവരുടെ അടിസ്ഥാന വാക്യം. എന്തോ ആയാലും 52 ദിവസം കൊണ്ട് പണി തീർത്തു. വെല്ലുവിളി വന്നു. ആരൊക്കെയാ? സൻബലത്തും തോബിയാവൊക്കെ കടന്നു വന്ന് വെല്ലുവിളിച്ചു. കുറുക്കം കയറിയാൽ ഇത് മറിഞ്ഞ് താഴെ വീഴും. ചണ്ടി കൂമ്പാരങ്ങളിൽ നിന്ന് പണിയാനായിട്ട് ഒക്കുവോ? ഒരുപാട് ചോദ്യങ്ങൾ വന്നു. ഒരുപാട് അപമാനങ്ങൾ വന്നു. ഒരുപാട് നിന്ദകൾ വന്നു. ഒരുപാട് പരിഹാസങ്ങൾ വന്നു. ഒരുപാട് കോൺസ്പിറസീസ് വന്നു. എന്നാൽ ഇതെല്ലാം എതിരായിട്ട് കിടക്കുമ്പോഴും അകത്തൊരു വാക്തത്വം കിടക്കുന്നുണ്ട്. അരളി ചെയ്തവൻ ഒരിക്കലും 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 വാക്ക് മാറ്റുന്നവനല്ല എന്നുള്ള അരുളപ്പാടോ. നെഹമ്യാവിന്റെ പുസ്തകം വായിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റാ. 52 ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? പണി പൂർത്തീകരിപ്പാനായിട്ടിടയായി. ഇന്ന് രാവിലെ ഞാൻ ഓർപ്പിക്കട്ടെ, എന്ത് ബാഡ് റിപ്പോർട്ട് വന്നാലും, എന്തെല്ലാം കോൺസ്പിറസീസ് അഗെയിൻസ്റ്റ് ആയിട്ട് വന്നാലും, ബോസ് തിരിഞ്ഞാലും, കോവർക്കേഴ്സ് തിരിഞ്ഞാലും, രാജ്യത്തിന്റെ നിയമങ്ങൾ എതിരായിട്ട് വന്നാലും, പ്രസിഡൻഷ്യൽ ഓർഡർ വന്നാലും, ഇന്ന് രാവിലെ സ്വർഗത്തിന്റെ അപ്പന്റെ ഒരു ഓർഡറാ നിനക്കും നിന്റെ കുടുംബത്തിന് സഭയ്ക്കും വേണ്ടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ മക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്ത് പറയണം. താൻ അരുളി ചെയ്തത് ചെയ്യാതിരിക്കുമോ?
താൻ കൽപ്പിച്ചത് നിവർത്തിക്കാതിരിക്കുമോ? വ്യാജം പറയുവാൻ ദൈവം മനുഷ്യനല്ല, അനുദവിപ്പാൻ ദൈവം മനുഷ്യപുത്രനല്ല. ഇന്ന് രാവിലെ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ഹൃദയത്തിലെ ഭയങ്ങളെ നീക്കിക്കളഞ്ഞുകൊണ്ട്, അതരത്തെ പിശാച് കെട്ടിക്കുന്ന ബന്ധനങ്ങളെ അറുത്തു മാറ്റിക്കൊണ്ട്, അതരങ്ങളെ തുറന്നുകൊണ്ട് ഇന്ന് രാവിലെ വിശ്വാസത്തിന്റെ വാക്കുകൾ ദൈവത്തിന്റെ മക്കൾ ശക്തമായിട്ട് പറയണം. ഞാൻ അന്യനല്ല, എന്റെ സ്വന്തം കണ്ടുകൊണ്ട് ഞാൻ മരിക്കയില്ല. ഞാൻ ജീവനോട് ഇരുന്നു കൊണ്ട് എന്റെ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ പൂർത്തീകരണം ഞാൻ കാണും, ഞാൻ അനുഭവിക്കും. നമ്മുടെ വിഷയം എന്താണെന്നറിയാമോ? യഹോവയെ ഓർപ്പിക്കുക. നെഹമ്യാവ് ഓർപ്പിച്ചു. റിസൾട്ട് മതിൽ പണിതു. റിസൾട്ട് പ്രവൃത്തി വെളിപ്പെട്ടു. റിസൾട്ട് വാഗ്ദത്തം പൂർത്തീകരിക്കപ്പെട്ടു. ഒരു പ്രാർത്ഥനയും കൂടെ ഓർപ്പിച്ചുകൊണ്ടെത്തുന്ന ഒരു പ്രാർത്ഥനയും കൂടെ പറഞ്ഞു ഞാൻ ഇന്ന് രാവിലെ അവസാനിപ്പിക്കാം. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥനയാ. യെശയ്യാ പ്രവചനം 38 അധ്യായം ചാപ്റ്റർ 38 വേഴ്സ് 2 and 3. അപ്പോൾ ഹിസ്കിയാവ് മുഖം ചുവരിൻ്റെ നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു. അയ്യോ യഹോവേ, ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ തിരുമുമ്പിൽ നടന്ന് നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നു എന്ന്. ഇംഗ്ലീഷിൽ റിമെമ്പർ നൗ ഓ ലോർഡ്. ഹി പുട്ട് ഗോഡ് ഇൻ റിമംബറൻസ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശൈലിയാക്കി മാറ്റണം കേട്ടോ. ഈ പ്രാർത്ഥനയൊക്കെ ശൈലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹിസ്കിയാവ് പ്രാർത്ഥിച്ചാലൊന്നും പ്രാർത്ഥിക്കാൻ ഒക്കത്തില്ല. ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എന്തായിട്ട് മാറണം? പണ്ട് ബൈബിൾ സ്കൂളിൽ ഒരു അപ്പച്ചൻ വന്ന് ഭയങ്കര പ്രസംഗമാണ്. ഒരു പയ്യൻ എല്ലാം നോട്ട്സ് എഴുതിയെടുക്കും. നോട്ട്സ് എഴുതിയെടുക്കുന്നിടയിൽ അപ്പച്ചൻ്റെ പ്രസംഗത്തിനിടയിൽ അപ്പച്ചൻ ഒരുപാട് കരഞ്ഞു. ഒരു പയ്യനും എഴുതി ഇവിടെ വരുമ്പോൾ കരയണം നോട്ട്സിനകത്ത്. അപ്പച്ചൻ കരഞ്ഞത് അനുഭവത്തിൽ നിന്നാണ്. പയ്യൻ എഴുതി വെച്ചുള്ള പ്രസംഗമാണ്. ഈ പയ്യൻ എഴുന്നേറ്റ് ഈ പ്രസംഗിച്ച് അവിടെ കരയാൻ പോയി കഴിഞ്ഞാൽ ഒക്കത്തില്ല. അനുഭവത്തിൽ നിന്നാണ്. ഹിസ്കിയാവ് പ്രാർത്ഥിച്ചെങ്കിൽ ഹിസ്കിയാവിൻ്റെ ജീവിതം പറയാൻ നമുക്കും പ്രാഗൽഭ്യമുണ്ടെങ്കിൽ ഹിസ്കിയാവിൻ്റെ പ്രാർത്ഥന നമുക്കും പ്രാർത്ഥിക്കാം. ആർ യു ഹിയർ? പാസ്റ്റർ ഇന്ന് രാവിലെ അങ്ങ് തീർത്ത് പറയാന്നുള്ള വല്ല മാറ്റത്തിനാ. ദൈവം ഒന്ന് ഓർത്ത് ഒന്ന് കനിയാൻ വേണ്ടിയാ. 6 മാസമായില്ലേ, ഇനി 6 കൂടെ കഴിഞ്ഞ് ഇനി 25ലേക്ക് കയറുക. പറയാനൊക്കെ സുഖം 2025 എന്നൊക്കെ. അപ്പോൾ ഓർത്തോണം, ആയുസിൽ ഒന്ന് കുറയുക, വരവിലേക്കൊന്ന് എന്ത് ചെയ്യുക. എക്സൈറ്റ്മെന്റിന്റെ വലിയ ആവശ്യമൊക്കെ ഉണ്ടെങ്കിൽ നല്ലത് 25 എന്നൊക്കെ പറഞ്ഞു നല്ല രസമാണ്. പക്ഷെ ഇത് 6 മാസമായി. ചില ദൈവപ്രവൃത്തി വെളിപ്പെടണം. ആത്മമണ്ഡലത്തിൽ വെളിപ്പെടണം, ആരോഗ്യമണ്ഡലത്തിൽ വെളിപ്പെടണം, തലമുറയോടുള്ള ബന്ധത്തിൽ വെളിപ്പെടണം, ദേശത്ത് വെളിപ്പെടണം, ബിസിനസ്സിൽ വെളിപ്പെടണം, ദൈവസഭയിൽ വെളിപ്പെടണം, പ്രൈസ് ദി ലോർഡ്, ഭാവിയിൽ വെളിപ്പെടണം. ഹിസ്കിയാവ് ദൈവത്തോട് പറയുക, ഹിസ്കിയാവിന് ഇപ്പോൾ വയസ്സ് 39 ആയിട്ടേ ഉള്ളൂ. സ്തോത്രം. താന് 14 വർഷമായിട്ടുള്ളൂ രാജഭരണം ഏറ്റെടുത്തിട്ട്. 39ാമത്തെ വയസ്സിൽ സ്വർഗത്തിലെ അപ്പം എന്ന് പറയുകയാണ്, ഗ്രഹകാര്യമൊക്കെ എന്ത് ചെയ്തോളാനാ, നിങ്ങൾ ദൂതെടുക്കുവോ? പേടിയാകുന്നു. 39ാമത്തെ വയസ്സിൽ പ്രവാചകൻ എന്ന് പറയുക, എല്ലാ കാര്യങ്ങളൊക്കെ ഓർഡർ ആക്കിക്കോളാൻ. ഈ ഹിസ്കിയാവിനും പുസ്തകം അറിയാം കേട്ടോ, തിരുവെഴുത്തറിയാം. നമ്മുടെ വ്യത്യാസം അതായിട്ട് മാറണം കേട്ടോ, തിരുവെഴുത്ത്. ഹിസ്കിയാവിന് വചനം അറിയാം. ഇത് കേട്ടപ്പോൾ അല്പം പെട്ടെന്നങ്ങ് പാനിക്കായി. കാര്യമൊക്കെ ശരിയാ. കാരണം ആരെങ്കിലും ഒരു പ്രവാചകൻ വന്ന് പറയുന്നു എല്ലാം ഓർഡർ ആക്കിക്കോ, ഫ്യൂണറലിന് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തോളാനൊക്കെ പറഞ്ഞു. ഈ രാജ്യത്തിന് പിന്നെ നല്ലൊരു ഗുണമുണ്ട്, നാട്ടിൽ മരിച്ചതിന് ശേഷം അന്വേഷിക്കത്തുള്ളൂ. ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്ഥലവും പോയി കാണാം, എത്ര അടി വേണമെന്നും കാണാം, ഏത് പെട്ടി വേണമെന്നൊക്കെ കാണാം. എക്സൈറ്റ്മെന്റ് വല്ലതും ഉണ്ടോ? പ്രൈസ് ഗോഡ്. കഴിഞ്ഞ ദിവസം ഒരു ശവസംസ്കാരം ഞാൻ കണ്ടു. പണ്ട് 6 അടി മണ്ണായിരുന്നു, ഇപ്പൊ നേരെ കുഴി കുഴിച്ച് നേരെ നിർത്തുക. കാരണം ഭൂമി സ്ഥലമില്ലെന്ന്.
റിയലി സ്തോത്രം. ഞാൻ കഴിഞ്ഞ ദിവസത്തെ പറഞ്ഞ കണ്ടതാ, നേരെ താഴോട്ട് കിണർ കുഴിക്കുന്നവർ നേരെ ഇറക്കുക. എന്തൊക്കെ ആയാലും പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ഹിസ്കിയാവിനോട് ഇത് വന്ന് പറഞ്ഞപ്പോൾ ഹിസ്കിയാവ് വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. വിട്ടുകൊടുക്കാൻ തയ്യാറാകാഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? തൻ്റെ അകത്തൊരു വചനം കിടക്കുന്നുണ്ട്. മോശയിൽ കൂടെ കൊടുത്ത വചനങ്ങളൊക്കെ നല്ല തിട്ടമുണ്ട്, തിരുവെഴുത്തിനെ കുറിച്ച് ഗ്രാഹ്യമുണ്ട്, അറിവുണ്ട്. തനിക്ക് പ്രധാനമായിട്ട് അറിവുള്ള വാക്യം ഏതാണെന്നറിയാമോ? ആവർത്തന പുസ്തകം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആവർത്തന പുസ്തകം, അതിന്റെ 4-ാം അധ്യായം 40-ാം വാക്യം വായിച്ചേ. ഒരു പദം കേട്ടോ, എന്താ? ദീർഘായുസ്. നിനക്കും നിന്റെ മക്കൾക്കും നന്നായി ഇരിക്കേണ്ടുന്നതിനും നിന്റെ ദൈവമാകുന്ന യഹോവ നിനക്ക് സദാകാലത്തേക്ക് നൽകുന്ന ദേശത്ത് നീ ദീർഘായുസോട് ഇരിക്കേണ്ടുന്നതിനും ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന അവൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും എന്ത് ചെയ്യുക? പ്രമാണിക്കുക. അന്നേരം താൻ ദൈവത്തോട് ചോദിച്ചു കാണും, കർത്താവ് ഇതെന്താ? ഈ വാക്യവും ഇപ്പൊ തന്നേക്കുന്ന ആലോചനയും തമ്മിൽ വല്ല പൊരുത്തമുണ്ടോ? വചനം താൻ ഉപയോഗിക്കാൻ ആരംഭിച്ചു, വചനം സംസാരിപ്പാൻ ആരംഭിച്ചു. എനിക്ക് തോന്നുന്നത് ദാവീദിന്റെ 34-ാം സങ്കീർത്തനത്തെ കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം ഹിസ്കിയാവിനുണ്ടായിരുന്നു. എന്താ 34-ാം സങ്കീർത്തനം? അതിന്റെ 4-ാം വാക്യം എന്താ? സാംസ് 34:4, 4-ാം വാക്യം. സ്തോത്രം, പ്രൈസ് ഗോഡ്. 34:4 സങ്കീർത്തനങ്ങൾ 34:4. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ എന്ത് ചെയ്തു? സ്തോത്രം. വലിയൊരു ഭയമാ, മരണ ഭയമാ. എന്നാൽ താൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ വചനം തൻ്റെ ഹൃദയത്തിനകത്തുണ്ട്. 34:4 ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, എനിക്ക് ഉത്തരമരുളി, സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. തീർന്നില്ല. അതിൻ്റെ 6-ാം വാക്യം, വേഴ്സ് 6, അതേ അധ്യായം. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. തീർന്നില്ല. 12 മുതൽ താഴോട്ട് വായിക്കാം. 12 മുതൽ താഴോട്ട്, വേഴ്സ് 12. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവൻ ആർ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. സ്തോത്രം. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവരുടെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. 16. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ദുഷ്പ്രവൃത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ച് കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. 17. നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. 18. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 19. നീതിമാൻ അനർത്ഥങ്ങൾ അസഖ്യമാകുന്നു. കരങ്ങൾ ഉയർത്ത ദൈവത്തെ സ്തുതിച്ചാട്ട. എന്നാൽ യഹോവ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു. വചനത്തിന്റെ ഗ്രാഹ്യമുണ്ടായിരുന്ന ഹിസ്കിയാ രാജാവ്, സ്വർഗത്തിൽ അപ്പൻ കൊടുത്ത ദേശത്ത് ദീർഘായുസ്സോടെ ഇരിക്കുവാനുള്ള വാഗ്ദത്തം അറിയാവുന്ന ഹിസ്കിയാവ്, തന്റെ പൂർവ്വപിതാവാകുന്ന ദാവീദ് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ സകല ഭയങ്ങളിൽ നിന്നും വിടുതൽ പ്രാപിച്ച ദാവീദിന്റെ അനുഭവത്തെ അറിയാവുന്ന ഹിസ്കിയാവ്, മുഖം ചുവരിനോട് നേരെ തിരിച്ച വലിയ നീണ്ട പ്രാർത്ഥനയൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല. ഒറ്റൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്താണെന്നറിയാമോ? വിശ്വാസതയോടും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അടുത്തതാ നിർമ്മല ഹൃദയത്തോടും. അങ്ങനെ എഴുതി, ഏകാഗ്ര ഹൃദയത്തോടും തിരുമുമ്പിൽ നടന്ന നിനക്ക് പ്രസാദമായി ചെയ്തത് ഓർക്കണമേ. ചില സമയത്തുള്ള പ്രാർത്ഥന നമുക്ക് 10 മിനിറ്റ് ഒന്നും പ്രാർത്ഥിച്ചാൽ നോക്കത്തില്ല. ചില സമയത്ത് ക്വിക്കായിട്ടുള്ള പ്രയർ ആയിരിക്കണം. പണ്ടൊരു പാസ്റ്റർ കാര്യം കേട്ടിട്ടുണ്ട്. തന്നെ രോഗിയുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതാ. താൻ വന്നു, കർത്താവ് ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതുപോലെ പ്രയാസമുള്ളവർ ഏഷ്യയിലുണ്ടല്ലോ, ആഫ്രിക്കയിലുണ്ടല്ലോ, പാപ്പൻ ന്യൂഗിനിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചുരുക്കം പറഞ്ഞാൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഈ ആള് മരിച്ചുപോയി. പാസ്റ്റർ ചോദിച്ചു, ഇത് എങ്ങനെ പറ്റി, എപ്പോ സംഭവിച്ചു? പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്റർ പാപ്പൻ ന്യൂഗിനിലായിരുന്നപ്പോൾ ഈ രോഗി എന്ത് ചെയ്തു? സ്തോത്രം.
ചിലപ്പോൾ നീട്ടിയൊന്നും പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടാ. ക്വിക്ക് പ്രെയർ ചെയ്താൽ മതി, ചെറിയൊരു പ്രെയർ. ഈ ഹിസ്കിയാവ് ക്വിക്ക് പ്രെയർ ചെയ്തു. എന്താണെന്നറിയാമോ? തിരുമുൻപാകെ ഏകാഗ്രതയോടും നിർമ്മലതയോടും സ്തോത്രം, നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തു എന്ന് ഓർക്കണമേ. ഒറ്റ പ്രാർത്ഥന ആയുസ് എത്ര നീട്ടി കിട്ടി, എത്ര കൂട്ടി കിട്ടണം ഇപ്പൊ നിങ്ങൾക്ക്? സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം എന്താണെന്നറിയാമോ? എൻ്റെ ദൈവത്തിൻ്റെ മുൻപാകെ നിർമ്മലതയോടും വിശ്വസ്തയോടും ദൈവസാന്നിധ്യ ബോധത്തോടും നടന്ന് ഞാനും നിങ്ങളും ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായാൽ ഹൃദയത്തിലെ പ്രാണഭയങ്ങളിൽ നിന്ന് വിടുവിച്ച് അതരത്തെ ബന്ധിച്ചിരിക്കുന്ന ദുഷ്ടന്റെ ബന്ധനങ്ങളെ അറുത്തു മാറ്റി തൻ്റെ ജനത്തിൻ്റെ അധരത്തിൽ കൂടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചുണർത്തി പ്രാർത്ഥിപ്പാൻ ആരംഭിച്ചാൽ വിശ്വാസിന്റെ നായകനും പൂർത്തിവരുത്തുമാകുന്ന കർത്താവ് തൻ്റെ ജനത്തിന് വേണ്ടി ഉത്തരമരളും യഹോവയുടെ വായല്ലോ അരളി ചെയ്യുന്നത്. എല്ലാ കണ്ണുകളും അടയ്ക്കാം. അതുകൊണ്ട് തൻ്റെ ജീവിതത്തിന്റെ സിറ്റുവേഷൻ സ്വർഗം മാറ്റി. യെശയ്യാ പ്രവചനം 38:17 നാം ഇപ്രകാരം വായിക്കുന്നു: താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായി ഭവിച്ചുവെങ്കിലും നീ എൻ്റെ സകല പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞു, എനിക്ക് എന്ത് വരുത്തും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ പ്രാണനെ രക്ഷിക്കും. കൈപ്പായത് ജീവിതത്തിൽ വന്നാലും മധുരമാക്കുവാൻ കഴിവുള്ളൊരു കർത്താവ്. കാർമേഘ പടലത്തിന് നടുവിലും മിന്നും സൂര്യ ശോഭ അയക്കുന്ന ദൈവ സാന്നിധ്യം. അടയപ്പെട്ട വഴികൾ മാത്രമല്ല, അറിയപ്പെടാത്ത വഴികൾ തുറക്കുന്ന ഒരു കർത്താവ്. ആയുഷിനെ ദീർഘമാക്കുന്ന കർത്താവ്, ആരോഗ്യത്തെ നൽകുന്ന ഒരു കർത്താവ്, തന്റെ ജനത്തിന് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു കർത്താവ്. യഹോവയുടെ വായ അരുളി ചെയ്ത വാഗ്ദത്തങ്ങളെ ഇന്ന് രാവിലെ ഓർത്തുകൊണ്ട് എല്ലാ കരങ്ങളും നടിച്ച് എല്ലാ ഹൃദയങ്ങളും ദൈവത്തിലേക്ക് പകർന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുകയാണ്: കർത്താവിനെ ഓർപ്പിക്കുക, കർത്താവിന്റെ സന്നിധിയിൽ വ്യവഹരിക്കാം, കർത്താവിന്റെ സന്നിധിയിൽ നമുക്കൊന്ന് വാദിക്കാം. ഹല്ലേലൂയ. അതിക്രമങ്ങളെ ഓർക്കാത്തവൻ, പാപങ്ങളെ മറച്ചു തന്നവൻ, തന്റെ മക്കളാക്കി ദൈവം നമ്മെ തീർത്തെങ്കിൽ ആത്മാവിൽ 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 അല്പസമയം എല്ലാ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നെഹമ്യാവ് ഓർപ്പിച്ചുണർത്തിയപ്പോൾ തന്റെ ജനത്തിന് വേണ്ടി മതിൽ പണിയുവാൻ ദൈവം സഹായിച്ചെങ്കിൽ, ഹിസ്കിയാവ് ഓർപ്പിച്ചുണർത്തിയപ്പോൾ ആ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടികൾ കൽപ്പിച്ചെങ്കിൽ, ഇന്ന് രാവിലെ വിശ്വാസത്തോടെ പറഞ്ഞാട്ട് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ എല്ലാ കരകളും ഹൃദയത്തിലെ ഭാരങ്ങൾ മാറട്ടെ. സഹോദരി, നീ ഒരു ഫെയിലിയർ അല്ല. സഹോദര, നീ ഒരു പരാജയമല്ല. എല്ലാ വിശ്വസ്തതകളെ, പരാജയങ്ങളെ, കുറവുകളെ, കുറ്റങ്ങളെയും ക്ഷമിച്ചുകൊണ്ട് തന്റെ മക്കൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ പദ്ധതി ഇന്ന് രാവിലെ സ്വർഗ്ഗം തന്നെ ജനത്തിന് വേണ്ടി അയക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. ദൈവത്തോടൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ട. കർത്താവേ, എൻ്റെ സാഹചര്യം ഇതാ. നാളുകളായി ഞാൻ പ്രാർത്ഥിക്കുന്നു. വേദന ഞാൻ തിന്നുകയാ. പലപ്പോഴും ഞാൻ ഡിപ്രഷനിലായി, ഡിസ്ട്രസ് സിറ്റുവേഷനിൽ കൂടെ ഞാൻ കടന്നു പോകുകയാ. ലോകം എന്നെ നോക്കി ഫെയിലിയർ എന്ന് പറഞ്ഞോ, ലോകം എന്നെ നോക്കി നീ കൊള്ളത്തില്ലെന്ന് പറഞ്ഞോ. എന്നാൽ യഹോവേ, യു ആർ മൈ ലാസ്റ്റ് റിസോർട്ട്. ഞാൻ നിന്റെ സന്നിധിയിലേക്ക് വരികയാ. എന്റെ പാപങ്ങളെ നീ ഓർക്കുന്നവനല്ലോ. എന്റെ അതിക്രമങ്ങളെ നീ മായ്ച്ചു കളഞ്ഞ ദൈവമായിരിക്കാൻ സ്തോത്രം. എന്റെ ലംഘനങ്ങൾ എന്നോട് ക്ഷമിക്കണമേ. എന്റെ അവിശ്വസ്തതകൾ എന്നോട് കണക്കിടല്ലേ. അപ്പാ, എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ രക്തത്തിന്റെ ശക്തി ഞാൻ തിരിച്ചറിയുന്നു. ആ രക്തം എന്നെ ശുദ്ധീകരിക്കുന്ന രക്തം. അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞാൻ തിരിച്ചറിയുന്നു. ആത്മാവിനാൽ നീ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മരിച്ചവരുടെ ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി, ജീവൻ നൽകുന്ന ശക്തി, ചൈതന്യം നൽകുന്ന ശക്തി, ഉറപ്പിക്കുന്ന ശക്തി, സൃഷ്ടിക്കുന്ന ശക്തി. റബ ശാന്തര. ആ കവനന്റെ അകത്ത് നിന്നുകൊണ്ട് ഇന്ന് രാവിലെ പറ, അപ്പാ, അപ്പാ. Can you call God Abba Father? അപ്പാ.
വിളിക്കാൻ ഒക്കുമോ? അപ്പാ നീ ആശ്രയം. ഈ പാരിൽ ഏഴയ്ക്ക് കൈപ്പേറിയ ജീവിത വഴികളിൽ ഒരു വഴിയും എന്റെ മുമ്പിൽ തെളിഞ്ഞു വരാതിരിക്കുമ്പോൾ നെഹമ്യാവിനെ പോലെ, ഹിസ്കിയാവിനെ പോലെ ഐ ആം ടേക്കിംഗ് ഇറ്റ് ടു ദ ലോർഡ് ഇൻ പ്രയർ. പ്രാർത്ഥനയിൽ കൂടെ എൻ്റെ അപ്പൻ്റെ അടുക്കലേക്ക് ഞാൻ വരികയാണ്.